എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോ ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തി. നമസ്കാരം. ചെറിയ ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നത്, മീൻസ് അതിൻ്റെ കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് മൊത്തം കേട്ടിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ചുമ്മാ ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം ആകുമ്പോൾ വന്ന് തെറി വിളിക്കാനോ ഒന്നും പാടൊന്നുമില്ല. നിങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണണം. ഓക്കെ, ആദ്യം നമുക്കൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ എന്ത് റീസണും ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ. എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട്. അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ. ഞാൻ അതിന് ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. സോ ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത്. കുറച്ച് ക്യൂട്ട്നെസ് കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച്. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലിപ്പ് കണ്ടല്ലോ. ഈ വിഷയം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആവുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് കരുതുന്നത്. ഞാൻ ആ സമയത്ത് വേറെ സിബിൻ ചേട്ടൻ വിഷയമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഇവർ പറഞ്ഞു ഇവരുടെ തൊട്ട് ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു ക്യൂട്ട്നെസ് ഇതിൽ നടക്കുന്ന ഇപ്പോൾ ഒരാളുണ്ടല്ലോ അതിനകത്ത്. അത് ആരാന്നൊന്നും എനിക്ക് നല്ല രീതിയിൽ അറിയത്തൊന്നുമില്ല. ചിലപ്പോൾ ജാസ്മിൻ, പലവരും ആവാം, ശ്രീതു ആവാം, ശരണി ആവാം, പലവരും ആവാം. ഓക്കെ, അത് ആരെങ്കിലും ആയിക്കോട്ടെ. അവരെടുത്ത് പറയുകയും ചെയ്തല്ലോ, അവരിതിനൊക്കെ നിന്ന് കൊടുത്തിട്ടാന്നുള്ള രീതിയിൽ ഒരു അർത്ഥം വെച്ചാണല്ലോ അവർ സംസാരിച്ചത്. ഓക്കെ, അപ്പം പുള്ളിക്കാരി പുണ്യാളത്തിയാണല്ലോ. ഇവരാരാണോ എന്താണോ എന്ന് ആരെങ്കിലും ഈ ഇൻ്റർവ്യൂ കണ്ടവർ, മീൻസ് ഇവരുടെ ലൈവ് കണ്ടവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവരാരാണ്, ഇവരെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്നൊരു ലൈവിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ചിരിക്കുന്നവരാ നമ്മുടെ ആൾക്കാർ. ഇവരാരാണ് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? പക്ഷെ ബൈജു എന്ന് പറഞ്ഞൊരു ചേട്ടനാ, എൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആദ്യം പുള്ളി പറയുന്ന ഒരു പോയിന്റ് ഞാൻ വെച്ച് തരാം. അതൊന്ന് കണ്ടു നോക്ക്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അന്വേഷിക്കാൻ പോയി. ബാക്കി കാര്യം ഞാൻ ആ ക്ലിപ്പ് കണ്ടിട്ട് പറയാം. അവർ സ്വന്തമായി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, ആരോ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ഇത് ചെയ്യുന്നത് പോലെയാണ്. അഖിൽമാരാന്റെ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോയത്. ഞാൻ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തു. അക്കൗണ്ടിലൂടെ ഇങ്ങനെ ഓരോ ഫോട്ടോസ് ആയിട്ട് നോക്കി പോയി. അപ്പോ ഏറ്റവും മുകളിലായിട്ട് അവരുടെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്താണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. ഒരു ഒഫീഷ്യൽ അപ്ലിക്കേഷൻ പേജായിരുന്നു. അപ്പൊ ആ ഒഫീഷ്യൽ അപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്നറിയാം, ആ കുട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. അതിനിപ്പോ 5 മിനിറ്റ് ആ കുട്ടിയായിട്ട് DM ചെയ്യണമെന്നുണ്ടെങ്കിൽ 4000 രൂപയാണ് ആ ഇന്ററാക്ഷൻ നമ്മൾ കൊടുക്കേണ്ട പൈസ. ചെറിയ തുകയുള്ളൂ, 4000 രൂപയുള്ള 5 മിനിറ്റ് നേരത്തെ. ഒരു 15 മിനിറ്റ് നേരം വീഡിയോ കോൾ വഴി ആ കുട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റും. അതിനും ചെറിയ തുകയുള്ളൂ, 7000 രൂപ. പിന്നെ വരുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി. നമ്മൾ ടാഗ് ചെയ്ത് ഒരു സ്റ്റോറി ഇടും. ആ സ്റ്റോറിക്ക് നമ്മൾ കൊടുക്കേണ്ടത് 6000 രൂപയാണ്. പിന്നെ വരുന്നത് പേഴ്സണൽ വീഡിയോ റിക്വസ്റ്റ് ആണ്. ബർത്ത്ഡേ വിഷ് അല്ലെങ്കിൽ ആനിവേഴ്സറി വിഷസ് അറിയിക്കണമെന്നുണ്ടെങ്കിലോ, കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ പ്രാങ്ക്. 9999 രൂപയാണ്. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. അഖിൽമാരാറിന്റെ അത് ശരിക്കും എത്ര പൈസയുടെ വീഡിയോ ആണ്? അത് ഈ പറഞ്ഞ പേഴ്സണൽ വീഡിയോ റിക്വസ്റ്റിലൂടെ വന്നതാണോ, അതോ ഡയറക്റ്റ് ആയിട്ട് 15 മിനിറ്റ്സ് വീഡിയോ 7000 രൂപയുടേതാണോ 9000 രൂപയുടേതെന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ചെയ്യാനുണ്ട്. പ്രാങ്ക് വീഡിയോ ആണ്. രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോവും. ഉറപ്പായിട്ട് അവർ നിർത്തിയിട്ട് പോവും. അപ്പം നിങ്ങളിത് കണ്ടല്ലോ, ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ആ ചേട്ടൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഓക്കെ കൂടുതലും കൂടെ ഇതായത്. അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് പോയി അന്വേഷിക്കാമെന്നും കരുതി ഞാൻ എന്തെടുത്ത് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഞാൻ നോക്കിയപ്പം ആ അക്കൗണ്ട് പ്രൈവറ്റാണ്. അവരുടെ അക്കൗണ്ട് ഇപ്പോൾ പ്രൈവറ്റാണ്. പ്രൈവറ്റോ? ഇപ്പം ഞാൻ സാധാരണ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരാൾ പ്രൈവറ്റ് ആക്കി എന്തായാലും അക്കൗണ്ട് ഇടത്തില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനാണ് കാണിക്കുന്നത് ഇത്. അപ്പോൾ ഞാനത് കുറച്ച് നേരം നോക്കി. ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സൈഡിൽ വെക്കാം. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞപ്പം ഈ പേര് ഞാൻ എന്തെടുത്ത് സെർച്ച് ചെയ്തു. എവിടെ? ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത്.
ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അവരുടെ ഫോട്ടോസ് കിട്ടി. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്കത് ഫേസ്ബുക്കിൽ ഇവരുടെ പേരടിച്ച് നോക്കിയാൽ കിട്ടും. ഫേസ്ബുക്കിൽ അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് അതിൻ്റെ മോഡലിനോ ഒക്കെ കയറ്റിടാം. അടിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും കിട്ടും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് തൊരായി വേറെ എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടണം. ഞാൻ അവസാനം എന്താ പറയണ്ടേ, ത്രെഡിൽ പോയി നോക്കാമല്ലോ എന്ന് കരുതി വേണ്ട, വേറെ ഒന്നും പോട്ടെ, എന്നാൽ ഗൂഗിളിൽ തന്നെ നോക്കാമെന്ന് കരുതി ഗൂഗിളിൽ നോക്കിയപ്പം എന്താ പറയണ്ടേ, അത് നിങ്ങൾക്ക് നോക്കുന്നവർക്ക് മനസ്സിലാവും, ലെജൻസിന് മനസ്സിലാവും. എടുത്തെടുത്ത് പറയാം, ലെജൻസ്. എൻ്റെ ലെജൻസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഗൂഗിളിൽ ജസ്റ്റ് ആ പേരും ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ടൈപ്പ് ചെയ്തപ്പം ഇമേജിനകത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പുറത്ത് വീഡിയോയിലുണ്ട്, അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ ഞാൻ ആദ്യം വെച്ചൊരു ക്ലിപ്പുണ്ടല്ലോ, അവരൊക്കെ ഇത് ചെയ്തു കൊടുത്തിട്ടാണോ ഇപ്പോൾ ഇവിടെ ക്യൂട്ട്നെസ് ആണെന്നൊക്കെ പറയുന്നതിൻ്റെ ഡയലോഗ് അടിക്കുന്ന ആളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി മെയിൻ പോയിന്റിലോട്ട് വരാം. അപ്പം ഈ ബിഗ് ബോസിൽ അവർക്ക് അങ്ങോട്ട് അനുഭവം ഉണ്ടായി, ബിഗ് ബോസിൽ എന്തോ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അങ്ങാണ്ട് ആ സമയങ്ങളിൽ അവർക്ക് എന്തോ അനുഭവം ഉണ്ടായ കഥകളൊക്കെയാണ് അവർ പറയുന്നത്. അത് അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴറിയാൻ പറ്റും. അപ്പം രാത്രി അവർക്ക് മെസ്സേജ് അയച്ചാൽ അവർ പകരം മാത്രമേ ഇത് മറുപടി കൊടുക്കാറുള്ളെന്നൊക്കെ അതിനകത്ത് പറയുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവരെ അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ആ ഇൻസ്റ്റ കയറുമ്പോൾ തന്നെ ആ ലിങ്കും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊരു എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരാൾ വാഗോണ്ട് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ മീൻസ് ആ ഒരു ചാറ്റിൻ്റെ ഇത് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാൻ നോക്കുക. പക്ഷെ ഇവരുടെ ഓരോ പോയിന്റും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവരത്ര ജെനുവനായിട്ട് ഫീൽ ചെയ്യുന്നില്ല സത്യത്തിലാണ്. ഇത് എനിക്ക് എന്താ പറയണ്ട, നമ്മുടെ അഖിൽമാരാറ് ആ ചേട്ടൻ്റെ അടുത്ത് ഇതാര് കൊണ്ടുവന്നു ഈ എവിഡൻസ് ആയിട്ട്? ഇവർ ഡയറക്റ്റായിട്ട് ചെന്നതാണോ, അത് അഖിൽമാരാറിൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നതാണോ? ആ കൊണ്ടുവന്ന ആൾ ആരാണ്? അതൊക്കെയാണ് അതിനകത്തൊക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം A to Z കാര്യം. പക്ഷെ എനിക്ക് അത്ര ജെനുവനായിട്ട് തോന്നുന്നില്ല ആ ഒരു സംഭവം. മീൻസ് അവർ എന്താ പറയണ്ട, അത്ര ഒരു നല്ല നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അത് നല്ല ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 100% എൻ്റെ മനസ്സിലത് ഫേക്കാണ്. പറഞ്ഞു മനസ്സിലായോ? കാരണം അവരുടെ സംസാരവും അവരുടെ ഇതും കാണുമ്പം എന്താ പറയണ്ടേ, നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ല. നമ്മൾ ഫുൾ നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും അവരെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഒരാളുടെ എവിഡൻസുമായിട്ട് വന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പം നിങ്ങൾ എൻ്റെ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ എന്നെ ദേഷ്യപ്പെടാൻ തെറി വിളിക്കാനൊക്കെ തോന്നും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പോയി നോക്കുക. ഇപ്പം ഇൻസ്റ്റ അവരെ ഇത് ചെയ്തിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ പോയി നോക്കിയാൽ മതി. ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇവിടെ അപ്പുറത്തെ സൈഡ് ഇൻസ്റ്റയുടെ അക്കൗണ്ട് എന്തായാലും ഇങ്ങനെ പ്രൈവറ്റ് ആണോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പേര് കാണും, നിങ്ങളത് വെച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഇതായിട്ട് തോന്നില്ല. ഒന്നെങ്കിൽ അഖിലേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ഇന്ന പോലെ സംഭവമായിട്ട്. ആരാണ് എന്താണ് ഈ പറയുന്ന 2 പെൺകുട്ടികളുടെ കാര്യം. ആദ്യം ഒരു ചേച്ചി ബിഗ് ബോസിൽ പോകാൻ താല്പര്യപ്പെട്ട ഒരു ചേച്ചി അതിൽ നിന്ന് പിന്മാറി, കൂട്ടുകാരികളോ ആരാണ്ടൊക്കെ പറയുണ്ടായി. അപ്പം മീൻസ് അത് പറഞ്ഞപ്പോഴും ഈ 2 പെൺകുട്ടികളാണ് രംഗത്ത് വന്നതെന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം ആയത് അല്ലേ? ആ ചേച്ചി വേറൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കാര്യങ്ങൾ. ഞാൻ അതൊന്ന് വെച്ച് തരാം. നമസ്കാരം. ചെറിയ ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ബിഗ് ബോസ് ഷോയ്ക്കെതിരെ, അതിന്റെ അനീതിക്കെതിരെ നമ്മുടെ അഖിൽമാരാർ പ്രതികരിച്ച ഒരു ലൈവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി. സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി അത്രയും ശക്തമായിട്ട് സംസാരിച്ചപ്പോഴും ചില ആളുകൾ അതിന് ഓപ്പോസിറ്റായി വരുന്നത് കൂടി കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ, ഒപ്പം അദ്ദേഹത്തിനൊരു നന്ദിയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുത്തത്. അദ്ദേഹം അത് കാണുകയും
എന്റെ പെർമിഷനോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുറച്ചു നേരം കൊണ്ട് വീഡിയോ വൈറലായി. കുറെ യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതും കണ്ടു. ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. 90% ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പിന്നെ കുറച്ച് പേര്, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ചില യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് തോന്നി. അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അഖിലേട്ടൻ ലൈവിൽ പറഞ്ഞത് ചില സ്ത്രീകൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരാരും പറഞ്ഞു കണ്ടില്ല. പക്ഷെ ഞാൻ വന്ന് പറഞ്ഞത് എന്നെ അവർ യൂസ് ചെയ്തു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് ആ ഷോയിലേക്ക് കയറാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ, എന്റെ ഫ്രണ്ട് മുഖാന്തരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നിലെ ഫെയിം വേണം, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ കിടക്കണം. ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഷോ വേണ്ട എന്ന് പറയുമായിരുന്നു. എന്നെ അവർ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ലൈവിൽ പറഞ്ഞ വിക്ടിം ഞാനല്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് അവര് അഖിലേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തില് ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി. എന്നെ പോലുള്ള സാധാരണക്കാര് ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാരാബ്ദം കൊണ്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ. അപ്പം അതിനൊക്കെ കുറച്ചൊരു അറുതി വരും എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ നമ്മൾ പോകണം, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ അത് ചൂഷണം ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാള് സോഷ്യൽ മീഡിയയിൽ, അതും സോഷ്യൽ മീഡിയനെ കുറിച്ചും മീഡിയകളെ കുറിച്ചും പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷനും നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും. അതില് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നുമില്ല. മാത്രമല്ല ഒരുപാട് നന്ദിയുമുണ്ട് അദ്ദേഹത്തിനോട്. ഞാൻ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതികരിക്കുന്നത് പോലെ ഇതുപോലെ യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിൽ പോയി പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാവുമല്ലോ. ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി കേട്ട കാര്യമാണ്. അപ്പൊ പിന്നെ എന്തായാലും ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും. അപ്പൊ പറയാൻ പേടിച്ചോ മടിച്ചോ നിൽക്കുന്ന ആൾക്കാർ ഇതേപോലെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ട് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ കാണിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ. ഈ വന്ന 2 പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഒരാളെ വർത്താനം നിങ്ങൾ കേട്ടല്ലോ. അവർ ആ ഷോയിലോട്ട് വരാനിരുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴും പിന്നെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്മാറിയാണ്. ഇപ്പോൾ അഖിലേട്ടൻ രംഗത്ത് വന്നപ്പോൾ അഖിലേട്ടൻ്റെ സപ്പോർട്ടായിട്ട് വന്ന ഒരു ഇതാണ്. ഓക്കെ, അതുപോലെ ഇനി ആൾക്കാർ വരട്ടെ, പറഞ്ഞാൽ മനസ്സിലായോ? ഇനിയും വരട്ടെ, സന്തോഷം, നല്ല കാര്യം തന്നെ. പക്ഷേ ഇതിനു മുമ്പ് ഒരാളെ നമ്മൾ കണ്ടായിരുന്നല്ലോ, അവർ കാണിക്കുന്നയോ? ഇതൊക്കെ ഇത് വിട്. ഇതും എന്താ പറയുക, 2 പെൺകുട്ടികൾ രംഗത്തായത് ഒന്നിൻ്റെ അടുത്ത് മാറ്റി നമ്മൾ. ഇപ്പം ഇതിനു മുമ്പ് കണ്ട നമ്മൾ ആ മോഡലിൻ്റെയോ, എനിക്ക് ഒരിക്കലും അവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഇത് ആരാണ് അഖിൽച്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്നറിയത്തില്ല, അവരോട് കറക്റ്റായിട്ട് വിവരം തിരക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോഴും എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം ഞാൻ പറയാമെന്ന് വെച്ചാൽ, ചേട്ടൻ അറിയാവുന്ന ആ പെൺകുട്ടികൾ ആരാന്ന് ഒന്നെങ്കിൽ ചേട്ടൻ രംഗത്തെത്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യം വിട്ടുകളയാൻ, അതായിരിക്കും നല്ലത്. കാരണം ഇത് വായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചേട്ടൻ്റെ ഇമേജേ പോകത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്ര ആൾക്കാർ അഖിലെന്താ അങ്ങനെ സംസാരിക്കുന്നത്, അഖിലെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഓരോ പെൺകുട്ടികൾക്കും മനസ്സിൽ ഞങ്ങളെയാണോ പറയുന്നത്. എല്ലാവർക്കും സൈബർ പ്രശ്നം ഉണ്ടാവും, ശരിക്കും ഉണ്ടാവും. ആ സീസൺ 5 ഉണ്ടാവുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പം ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമെന്ന് ഉണ്ടാവും. അല്ലെങ്കിൽ ചേട്ടൻ അത് കറക്റ്റായിട്ട് അത് രംഗത്ത് കൊണ്ടുപോകണം. അവർ ഓക്കെ ആണെങ്കിൽ അത് ധൈര്യമായിട്ട് അത് കൊണ്ടുവരണം. അവരെ പറഞ്ഞുകൊണ്ട് ശരിയാ, അവർ ഓക്കെ ആവില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയത്തൊന്നുമില്ലല്ലോ. ചേട്ടനോട് പറഞ്ഞ് കാണിച്ച ആ ധൈര്യം അവർക്കത് കാണിക്കാൻ കൊണ്ടുവരണം. പിന്നെ ഓരോരുത്തരും ഓരോ ഫെയിമിനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പം ഒരിക്കലും അവർ വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ വേറെ ഒരാളിൽ ലൈവിൽ കൊണ്ടുവന്നിട്ട് ഒരു പെൺകുട്ടിയുടെ, അതൊക്കെ എല്ലാ യൂട്യൂബേഴ്സുമാരും എടുത്തത് ഒറ്റയ്ക്കിടുന്നു, എല്ലാം എടുക്കുന്നു, മൊത്തം അങ്ങ് വൈറലാക്കുന്നു. ഈ വന്ന് പറയുന്ന ആളെന്താണെന്നും കൂടെ ഒന്ന് തിരക്കിയാൽ അത്രയും നല്ലതായിരിക്കും. എനിക്ക് ഒട്ടും അങ്ങോട്ട് ആ ഒരു കേസുമായിട്ടില്ല അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ചേട്ടൻ ജെന്യുവനായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് വെച്ച് മുതലാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ആര് കൊണ്ടുവന്ന് ചേട്ടൻ്റെ അടുത്ത്, അതിപ്പോഴും കൺഫ്യൂഷനാണ്.
ഇവർ വന്ന് പറയുന്നു. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ചേട്ടൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തപ്പിപ്പോയിട്ടാണ് ബൈജു എന്ന് പറഞ്ഞ ബൈജു എന്നാന്ന് തോന്നുന്നു അദ്ദേഹം എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ പിന്നെ ബാക്കിയും കൂടെ പോയി സെർച്ച് ചെയ്തപ്പോൾ കിടക്കുന്നു. പാസ്റ്റിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ലീക്ക് അങ്ങനെയുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ കാര്യങ്ങളും ക്യൂട്ട്നെസ്സിൻ്റെ കാര്യങ്ങളും അതും ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അതിനകത്ത് ആരോ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ, 100% ഉറപ്പ് അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് തന്നെയാണ്. എനിക്ക് മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഒരാൾ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇപ്പം അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് ആ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം ഓരോ പോയിന്റ് എടുത്തിട്ടാണല്ലോ ഓരോരുത്തരും ഇത് ചെയ്യുന്നത്. അത് യൂട്യൂബേഴ്സും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ പുതിയതാണ് കേട്ടോ, നമ്മളൊക്കെ ഒരു ട്രോള് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്, ഒരു പോയിന്റ് എടുത്ത് സംസാരിച്ചപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തഴമ്പോ കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ നോക്കുക. ഇവിടെ അഖിൽമാരാരെന്ന് പറയുന്ന ആൾ ഓക്കെയാണ്, ജെനുവനാണ്, എല്ലാം പക്കയാണ്, എല്ലാ അറിവും കാര്യങ്ങളുണ്ട്, എല്ലാവരെയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. നമ്മളെ BB കണ്ടതാണ് പുള്ളിയുടെ റിയൽ ക്യാരക്ടർ എന്താണ്. പക്ഷേ മുതലാക്കാൻ വരുന്നവരെന്താ ഉദ്ദേശിക്കുന്നതും കൂടെ ഒന്നും മനസ്സിലാകും. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ചേട്ടൻ ഇവരെ ആരാ രംഗത്ത് കൊണ്ടുവന്നേ? ഇവർ സ്വയമേ വന്നതാണോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇത് ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ചിലപ്പോൾ എൻ്റെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ എം സോറി, അറിയത്തില്ല. ഇതിപ്പോൾ സമയം ഇപ്പോൾ ഒരു 4 o'clock മോർണിംഗ് 4 o'clock. ഞാൻ രാത്രി തൊട്ട് ഇതിൻ്റെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ കിട്ടിയാണ് ഇതുവരെ വന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ 2 പെൺകുട്ടികൾ രംഗത്ത് വന്ന ഈ ധൈര്യം പോലും ഇവിടെ പലവരും കാണിക്കുന്നത്. ഈ 2 കൂട്ടണ്ട കേട്ടാ, സീരിയസ് ആയിട്ട് എന്ന് പറയും. 2 കൂട്ടണ്ട, ആദ്യത്തെയും കൂട്ടണ്ട, ഇതും കൂട്ടണ്ട. ഇപ്പോഴും ചോദിച്ചതിനായിട്ടുള്ളത് അഖിൽ ചേട്ടൻ അറിയാവുന്ന ആ വ്യക്തികളാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടേണ്ടടുത്ത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർ തേച്ച് മാച്ച് കളയും. ഇപ്പം തന്നെ ഇപ്പം ഗബ്രി ഔട്ടായിരിക്കുക, അതും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത്. ഗബ്രി ഔട്ടായി. ഏഷ്യാനെറ്റിൻ്റെ അവിടെ ചെന്നു, ഏഷ്യാനെറ്റ് നീതി പാലിച്ചു, അങ്ങനെയാണ് ഇപ്പം ഏഷ്യാനെറ്റിനെ പൊഴുത്തി അടിക്കുന്നത്. പറയുന്നവൻ എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങളൊക്കെ അന്നന്ന് കത്തും, കത്തും, പിന്നെ അങ്ങ് പോകും. പിന്നെയും വല്ല മണ്ണെണ്ണയും മേടിച്ചുകൊണ്ട് പെട്രോളും മേടിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് ഒഴിച്ചാൽ പിന്നെയും കത്തി, മഴ പെയ്താൽ അതും പോയി. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരെ കൊണ്ട് ആരോ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇത് അവസാനം ഇപ്പോൾ അഖിൽ ചേട്ടൻ്റെ പണി വരത്തുള്ളൂ. കാരണം ആ ബൈജു ചേട്ടൻ്റെ വീഡിയോ മനസ്സിലായോ? പ്രാങ്ക് എത്ര കൊടുത്ത് കാണുമെന്നുള്ളത് നിങ്ങൾക്കേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതെങ്ങനെയെങ്കിലും ക്ലിയർ ആക്കാൻ നോക്കുക. അവർ പൊടിയും തട്ടിപ്പോവും, എനിക്ക് ഉറപ്പാ. പെണ്ണ് പൊടിയും തട്ടിപ്പോവും. എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറയും, അത് ഉറപ്പാ. പക്ഷെ എനിക്കൊരു ഉറപ്പാണ്, അവർ ജെനുവൻ അല്ല. എനിക്ക് 100% ഉറപ്പാ, 100% ഉറപ്പാ, 100%. ഞാൻ എഴുതിയിട്ട് ഒപ്പിട്ട് തരാം. ഓക്കെ, ഇനി ലൈക്കും സബും ചെയ്യാത്തവരൊക്കെ ചെയ്യാം. പിന്നെന്താ, ഇത് തെറിവിളി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കമൻറ്റ് ബോക്സിൽ കാണാം, നേരിടാം. ബൈ.